ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിൽ തന്നെയാണ്. ഓണം സീരീസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓണസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഞാൻ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും നമ്മുടെ വിഭവങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം. നമ്മുടെ ട്രിവാൻഡ്രത്തെ നാടൻ ശൈലിയിലുള്ള സദ്യവട്ടങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം കാണിക്കാനായിട്ട് എടുത്ത തീം. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളുടെ ഓണസദ്യയിൽ ഇതെല്ലാം പ്രധാന വിഭവങ്ങളാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രാവശ്യം ഓണത്തിന് മുന്നേ പറ്റുമെങ്കിൽ ഓരോ ഐറ്റമായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുക. ഓരോ ദിവസവും കുറച്ച് നേരത്തെ അല്ലേ ഞാനിതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ തിരുവോണത്തിൻ്റെ സദ്യയുടെ ഭാഗമാക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ എൽ എൻ വ്ളോഗ്സിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെയും ഓണം സീരീസ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചെയ്യാം. എങ്കിലും ഇതിൻ്റെ ഒരു പുതുമ നിങ്ങളൊന്നും അറിയണ്ടേ, അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇന്ന് അവിയലാണ് ചെയ്യാൻ പോകുന്നത്. അവിയൽ എന്ന് പറയുമ്പോൾ സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിയൽ, അല്ലേ? ഭീമൻ്റെ കഥയുമായിട്ട് അവിയലിന് ഒരുപാട് ബന്ധമുണ്ട്. അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. കുറേ പച്ചക്കറികളെല്ലാം ചേർന്നിട്ട് വെട്ടി മുറിച്ചിട്ടിട്ട് ബാക്കി വന്ന കുറേ വെജിറ്റബിൾസ് ചേർന്നുണ്ടായി വന്നതാണ് അവിയൽ എന്നൊക്കെ ഒരു പഴമൊഴി ഉണ്ട്. എങ്കിലും ഇതിനകത്ത് കുറേ വെജിറ്റബിൾസ് ചേർക്കും. അപ്പോൾ ആ വെജിറ്റബിൾസ് ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ തേങ്ങ ചേർത്താണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വിഭവങ്ങളും തേങ്ങയുണ്ടല്ലോ. കേരളത്തിൻ്റെ തനതായ കാര്യമാണ് തേങ്ങയുടെ എണ്ണ, ദാറ്റ് ഈസ് വെളിച്ചെണ്ണ. ഇപ്പോൾ അതിനെതിരായിട്ടൊക്കെ പലരും സംസാരിക്കുമെങ്കിലും പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശന്മാരും പൂർവികരും എല്ലാം കഴിച്ചിരുന്ന ഭക്ഷണം തന്നെയാണ് തേങ്ങയിൽ നിന്നുണ്ടാകുന്ന എണ്ണയും ഒക്കെ. അപ്പോൾ കേരളത്തിൻ്റെ ജനതയ്ക്ക് നമ്മളുടെ ഒരു ശീലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു നാടൻ ശൈലി ചെയ്യുമ്പോൾ അത് തന്നെ ചെയ്താലേ പറ്റുള്ളൂ. തേങ്ങയൊക്കെ ഒരു മസ്റ്റാണ്. പിന്നെ നമ്മൾ കുറയ്ക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ സ്വാദ് പോകും. ഇത് ഓണത്തിനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ ചെയ്യണം. അതിൽ എണ്ണയുടെ അളവാണെങ്കിലും തേങ്ങയുടെ അളവാണെങ്കിലും അതിനൊരു മാറ്റം വരുത്തിയാൽ നമ്മൾ വിചാരിക്കുന്ന ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടില്ല. അത് പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഹെൽത്തി ആക്കണം, കുറച്ചുകൂടെ കുറയ്ക്കണം തേങ്ങ എന്നൊക്കെ അപ്പോൾ ചെയ്തോളൂ. ഇപ്പോൾ തേങ്ങയുടെ വിലയും വളരെ കൂടുതലാണ്. എങ്കിലും ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ലുബ്ധിക്കാണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓണത്തിന് നമ്മൾ ചിലവാക്കും. ഞാൻ മഹാബലി നമ്മളെ കാണാൻ വരുമ്പോൾ നമുക്ക് യാതൊരു ദാരിദ്ര്യവും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പ്ലെൻറ്റിനെസ്സിൽ ജീവിക്കുന്നു, ധാരാളിത്തമുണ്ട് നമ്മുടെ വീടുകളിൽ നിന്നുള്ളൊരു ഫീലിംഗാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ ഓണം എല്ലാ ജനങ്ങളും പൈസ ഉണ്ടോ പൈസ ഇല്ലേ അങ്ങനെയല്ല, പാവങ്ങളും പണക്കാരും എല്ലാവരും ഒരുപോലെ സമത്വത്തിൽ ജീവിക്കുന്ന ഒരു ജനതയെ കാണാനാണ് മഹാബലി ആഗ്രഹിക്കുന്നത് വരുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ നമുക്ക് കവിയിൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പച്ചക്കറികളൊക്കെ കാണിച്ചിട്ട് അതെല്ലാം അരിയുന്ന മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് ചെയ്ത് തുടങ്ങാം. നമ്മുടെ കൊച്ചടുക്കളയുടെ ഭാഗമായിരുന്ന പഴയ അടുപ്പ് അവിടെ നിങ്ങൾ അന്വേഷിക്കുന്നത് അതുണ്ട് കേട്ടോ, മാറ്റി വെച്ചതാണ്. തൽക്കാലത്തേക്ക് ഞാനൊന്ന് പുറത്തേക്ക് വെച്ചു. എന്നിട്ട് നമ്മുടെ ഇതും നേരത്തെ കയ്യിലുണ്ടായിരുന്നു, ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ്. ഇത് വി ഗാർഡിൻ്റെയാണ്, നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്ത് തൽക്കാലം വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ പഴയ അടുപ്പിലേക്ക് നമ്മൾ വീണ്ടും പോകുമായിരിക്കും, അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഓണ സീരീസ് ചെയ്യാനായിട്ട് എനിക്ക് ആ 3 അടുപ്പുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. പച്ചക്കറികളെല്ലാം ഇവിടെ റെഡിയാണ്. ഇനിയെല്ലാം എടുത്ത് വെച്ചിട്ട് സ്റ്റാർട്ട് അവർ വർക്ക്. അങ്ങനെ നമ്മുടെ പച്ചക്കറി കട്ടിങ്ങിന് ഞാൻ ഇരുന്ന് കഴിഞ്ഞു. ഇപ്പോൾ അവിയലെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പ്രധാന കാര്യങ്ങളെന്ന് വെച്ചാൽ പടവലങ്ങ ഉണ്ടാവും, വെള്ളരിക്ക ഉണ്ടാകും, പച്ച ഏത്തൻ, പിന്നെ വഴുതനങ്ങ, പിന്നെ ഇത് അമരയ്ക്ക, കൊത്തമരയ്ക്ക. ഓക്കെ, കൊത്തമരയ്ക്ക, പിന്നെ ഒരു വഴുതനങ്ങ വേണം, വഴുതനങ്ങ. പിന്നെ എന്താ പറയുക, ക്യാരറ്റ്. അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ. നാടനിൽ സാധാരണ രീതിയിൽ ക്യാരറ്റൊന്നും ഇടില്ല. പിന്നെ ഇപ്പോഴത്തെ ചെറിയൊരു പരിഷ്കാരം കൂടെ നമുക്ക് അതിനകത്തൊക്കെ കയറ്റാം, കുഴപ്പമില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം മുരിങ്ങയ്ക്ക. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം തൊണ്ടൻ മുളകിൽ പ്രസിദ്ധമാണ് തൊണ്ടൻ മുളക്. ഇങ്ങനത്തെ കുറച്ച്. പിന്നെ പുളിയുടെ കാര്യത്തിൽ പച്ചമാങ്ങ, അല്ലെങ്കിൽ വേണമെങ്കിൽ പുളി ഒഴിക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന്. അപ്പോൾ അരിയൽ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണെന്നറിയോ. വെള്ളരിക്ക ആവശ്യാനുസരണം എല്ലാം എടുത്ത് വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന്, അതായത് ഒരു അവിയലിൻ്റെ കട്ടിങ്ങിൻ്റെ ആ ഒരു നീളം കിട്ടുന്ന രീതിയിൽ പീസ് കട്ട് ചെയ്ത് വയ്ക്കാം. ദിസ് ഇസ് അവിയൽ കട്ടിങ്. ഓക്കെ, വെള്ളരിക്ക, പിന്നെ പടവലങ്ങ, ഓക്കെ. നീളം കണക്കാക്കി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെയാണ്. ആവശ്യാനുസരണം അതിന് കരിഞ്ഞു തുടങ്ങാം. ഓക്കെ, കാണിച്ചു. പടവലങ്ങ ഇങ്ങനെ ചെറിയൊരു സ്കിന്നുണ്ടല്ലോ, അതിങ്ങനെ നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി. ചുരണ്ടി സ്കിൻ മാറ്റി. ഒരല്പം കൂടി വേണം നമുക്ക്. നോക്കിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു ചെറിയ പടവലങ്ങയുടെ പകുതിയോളം എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏകദേശം വെള്ളരിക്കയും പടവലങ്ങയൊക്കെ ഒരേ അളവ് തന്നെ എടുത്താൽ മതി.
അരിയൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആദ്യം സ്കിന്നൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റാം. വെള്ളരിക്ക പീസസ്. പണ്ടത്തെ കാലത്ത് വെള്ളരിക്കയൊന്നും നമുക്ക് സ്കിന്ന് പോലും കളയേണ്ട ആവശ്യമില്ല, അത്രയും ശുദ്ധമാണല്ലോ നമ്മുടെ മുറ്റത്തുനിന്ന് പറിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സ്കിന്നൊക്കെ മാറ്റണം എന്തായാലും. വെള്ളരിക്കയും ഒരു പീസും കൂടി എടുക്കാം. അപ്പോൾ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആസ് യൂഷ്വൽ ബാലരാമപുരത്തെ കേരള ഹാൻഡ്ലൂംസ്. ഇത് പുളിയിലക്കരയുള്ള നേരിയതാണ്. ഇത് ഞാൻ സാധാരണയായിട്ട് ഉടുക്കുന്ന ഒരു, അല്ലെങ്കിൽ ഞാൻ സാധാരണ കാണിക്കാത്തൊരു കളർ കോമ്പിനേഷനാണ്. ഞാനങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു മസ്റ്റേർഡ് കളറാണിത്. അങ്ങനെ ഞാൻ എപ്പോഴും ബ്രൈറ്റ് കളേഴ്സിൻ്റെ ആളാണ്. പക്ഷേ ഇതൊരു ചേഞ്ചിന് മസ്റ്റേർഡ് കളറിലെടുത്തു. അപ്പോൾ അതിനൊരു പ്രിൻറ്റഡ് ബ്ലൗസ് ആയിക്കോട്ടെ വെച്ചു ഫോർ എ ചേഞ്ച്. ഈ ബ്ലൗസ് സത്യം പറഞ്ഞാൽ ഈ ബ്ലൗസ് പീസ് ഇപ്പോൾ എടുത്തല്ല, നേരത്തെ എടുത്ത് വെച്ചിരുന്നു. അതിന് ഒരു മാച്ചിങ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ മാച്ചാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കറക്റ്റ് കോംബോ, അതിനെ ഞാൻ വെച്ച് ബ്ലൗസ് തയ്പ്പിച്ചു. അപ്പോൾ നിങ്ങളുടെ എല്ലാം ആഗ്രഹപ്രകാരം എൽബോ സ്ലീവിൽ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. എന്ത് കമൻസാണ് എല്ലാവരും പറയുന്നത്, ചേച്ചിക്ക് എൽബോ ആണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എൽബോ സ്ലീവ് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഷോർട്ട് സ്ലീവും പഫ് സ്ലീവുമാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ലോങ് സ്ലീവ് ഇഷ്ടമാണ്, 3/4 ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഒരു വിചാരം ഇതൊട്ടും ചേരില്ല എന്നായിരുന്നു. പക്ഷെ നിങ്ങൾ ഇത്രയും പേര് ഇങ്ങനെ പറയുമ്പോഴേ അപ്പോൾ ചേരുമായിരിക്കും അല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഈ സീസണിൽ ഇങ്ങനെ പോട്ടെ വിചാരിച്ചു. പറ്റുന്ന പോലെയൊക്കെ ഇനിയുള്ള 2 എപ്പിസോഡ്സിലും കൂടി എൽബോ സ്ലീവ് തന്നെ ഇടാം. പിന്നെ ഓർണമെൻറ്റ്സ് അമ്മ തന്ന കമ്മൽ തന്നെയാണ്. പിന്നെ ഈ മാലയും അമ്മ പണ്ട് മേടിച്ച് തന്ന കരിമണി മാലയാണ്. ഇത് ഒറിജിനൽ ഗോൾഡ് തന്നെയാണ്. ഈ ഒരു എപ്പിസോഡിൽ അനുകുട്ടിയുടെ ആഭരണം സ്റ്റോറിലെ അല്ല, അത് അടുത്തല്ലിടാം 2. ഇത് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഈ മാല ഇടണം തോന്നി. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇടാറുണ്ട്, ഇടയ്ക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഇടാറില്ലേ, അത് തന്നെ. പക്ഷെ നല്ല കരിമണി മാലയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആഭരണത്തിൽ. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ ഇട്ടിരുന്നല്ലോ വേറൊരു വീഡിയോയിൽ. ഓക്കെ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഈ രീതിയിലുള്ള പീസസ് ആയിട്ട് ഒരുപാട് വീതി വരികയാണെങ്കിൽ 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ വീതി കുറയ്ക്കും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്നത്, എല്ലാവരും പറയുന്നൊരു കാര്യം, ചേച്ചി ഈ സെറ്റും കൊണ്ടും ഒക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് അതിലൊരു തുള്ളി പോലും അഴുക്കാകാണ്ട് നിന്ന് ജോലി ചെയ്തത്? ചേച്ചിയെ സമ്മതിക്കണം. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്കങ്ങനെ സംഭവിക്കുന്നതാണ്. എൻ്റെ പ്രത്യേക സ്കില്ലൊന്നും അതിലില്ല, പക്ഷേ എനിക്ക് കംഫർട്ടബിളാണ്. എനിക്ക് സെറ്റും കൊണ്ടും ഒക്കെ കൊടുത്ത് നല്ല ശീലമാണല്ലോ, അതുകൊണ്ട് ഓക്കെയാണ്. സാരി സെറ്റും കൊണ്ട് എന്ത് ഇട്ടാണെങ്കിലും എനിക്ക് കുക്ക് ചെയ്യാനൊരു പ്രശ്നമില്ല. അതാണ് സത്യാവസ്ഥ. പക്ഷേ എന്തായാലും അഴുക്കാവണില്ല, അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വെള്ളരിക്ക അത്യാവശ്യം സൈസിൽ തന്നെ മുറിച്ചിടുന്നതാണ് നല്ലത്. കാര്യം ഇത് പെട്ടെന്ന് വേകുന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ എന്തോ ഉടഞ്ഞു പോകും അല്ലെങ്കിൽ. അതുപോലെ പടവലങ്ങ നീളത്തിന്, കുറച്ച് വീതിയില്ല. അപ്പോൾ ഒരേ അളവിനാണ് വെള്ളരിക്കയുടെ ക്വാണ്ടിറ്റി എടുത്തത്. ഒരു അര വെള്ളരിക്ക എടുത്തു, ഒരു അര പടവലങ്ങ, ഒരു എന്താ പറയുക, ഒരു മീഡിയം സൈസിലെ, മീഡിയം അല്ല ചെറുത്. ഇപ്പോൾ നമ്മുടെ വീട്ടിന് ചുറ്റും 2 കീരീസ് കിടന്ന് കറങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്സ്. കീരി അറിയാമല്ലോ, പാമ്പിനെ പിടിക്കുന്ന ആളാണ് കീരി. അപ്പോൾ പാമ്പിനെ പിടിക്കുന്നു, എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല ഈ കീരീസ്. ഇപ്പോൾ കീരി 2 ആളിന്, ഞാനൊരു ദിവസം രാത്രി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് മുകളിലത്തെ ടെറസ് കിച്ചണിൽ നിന്ന്, അത് ലേറ്റായിട്ടാണല്ലോ കഴിയുന്നത്, അത് അയാളോട്ട് വരുന്ന വഴിക്ക് പോകുന്നു 2 കീരീസ്. ഡേ ടൈമിലും കണ്ടു പുറത്തിങ്ങനെ നടക്കുന്നത്. ഞാൻ വിചാരിച്ച ആദ്യം എന്താ. പിന്നെ 2 മരപ്പട്ടിയുണ്ട്, 2 അല്ല 3-4 പേരുണ്ട്, ഫാമിലിയായിട്ട് താമസമുണ്ട്. നമ്മുടെ മോളീസ് ഗാർഡൻ്റെ അപ്പുറത്തെ സൈഡിൽ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ AC ഒക്കെ വെച്ചിരിക്കുന്ന ഒരു പാരപ്പറ്റുണ്ട്. അതിൻ്റെ മേലെ കൂടെ അർദ്ധരാത്രിയാകുമ്പോൾ ഇവരിങ്ങനെ നടക്കുന്ന കാണാം. അപ്പോൾ ഞാനിവിടെ കുറേ പഴമൊക്കെ, നമ്മുടെ ഒരു കല്യാണത്തിൻ്റെ ഒരു കേറ്ററിംഗ് വർക്കുണ്ട്, അതിൻ്റെ ബാക്കി കുറേ എന്താ പറയുക, കുറേ പഴമൊക്കെ ഇങ്ങനെ ഓവർ റൈപ്പായിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. അത് ഇങ്ങനെ ഇളകി വരുന്നു. അപ്പോൾ ആ ഒരു കൊല, അതിൻ്റെ ഇളകി വീണ പഴം എല്ലാം കൂടി ഞാൻ ഇതുപോലൊരു വട്ടിക്കകത്താക്കി നമ്മുടെ മോളീസ് ഗാർഡൻ്റെ അവിടെ കൊണ്ട് വെച്ചു ഇവന്മാർക്ക് രാത്രി കഴിക്കാൻ. അപ്പോൾ ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ എന്താ പറയുക, ഫ്രൂട്ട്സാണ് ഏറ്റവും ഇഷ്ടം മരപ്പട്ടിക്ക്. അവനെ മലയാളത്തിൽ പറയുന്നത്, ഇവിടെയൊക്കെ പറയുന്നത് പഴമുണ്ണി എന്നാണ്. പഴമുണ്ണി, അങ്ങനെ ഒരു പേരുണ്ട്, പഴം ഉണ്ണി. പഴങ്ങൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ മരപ്പട്ടി എന്ന് പറയുന്നത്.
അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പോയി കേട്ടോ. അതിനുശേഷം അവരും പതുക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും, ലെഫ്റ്റ് ഓവർ ഫ്രൂട്ട്സ് ഉള്ള സ്ഥലമാണത്. എന്തായാലും കീരിക്കും മരപ്പട്ടി എല്ലാവരുമായിട്ട് നമ്മളിപ്പോൾ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ജീവിക്കുന്നത്, സഹകരണത്തോടു കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഹാ, ഇനി ഇത് വഴുതനങ്ങ. ഓക്കെ, ഇതുപോലത്തെ ഒരു വഴുതനങ്ങ എടുക്കാം. അതും നീളത്തിന് വഴുതനങ്ങ, പക്ഷേ അരിഞ്ഞിടുമ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇടുന്നതാണ് ബുദ്ധിപരമായ കാര്യം. കാരണം ഈ ഒരു കാര്യം നമ്മൾ കഴുകിയിട്ട് അരിയുക, കാര്യം വീണ്ടും കഴുകാൻ പറ്റില്ല. ബാക്കി വെജിറ്റബിൾസൊക്കെ നമുക്ക് കഴുകാം, അത് കാരണം കഴുകിയിട്ട് അരിയണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ സൈഡ്സും കൂടി ഇങ്ങനെ ചെറുതായിട്ട് രാഗിയിട്ടാൽ നല്ലതാണ്. രണ്ടായിട്ട് മുറിച്ചിടാം. നീളമുള്ള പീസ് തന്നെ വേണം. 2 സൈഡും കട്ട് ചെയ്തിട്ട് ഒരു 7-8 പീസ് ഇടാം, 8-10. പിന്നെ നാടൻ അവിയലെന്നൊക്കെ പറയുമ്പോൾ നിറയെ വെജിറ്റബിൾസ് വേണം. ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ഒന്നും സാധാരണ ഇടാറില്ല, ഞാൻ പറഞ്ഞല്ലോ. ക്യാരറ്റൊക്കെ അതൊക്കെ നമ്മുടെ പരിഷ്കാര കാര്യങ്ങളാണ്. അത് നമ്മൾ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പക്ഷേ അത് കളർഫുള്ളാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ക്യാരറ്റും കൂടി ഇടാൻ പ്ലാനുണ്ട്. ഒരു 10 എണ്ണം ഉണ്ട്. ഓക്കെ, അത് സൈഡ്സ് എന്ന് ഞാൻ പറഞ്ഞതേ നോക്കിക്കോളൂ. ഞാൻ ഇങ്ങനെ സൈഡ് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് വിട്ടാൽ നല്ലതാണ്. നമ്മൾ ലാർജ് സ്കെയിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ വീട്ടിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെയാണ്, ഇങ്ങനെ ചെയ്തിടാം വേണമെങ്കിൽ. ഓക്കെ, ഇതിങ്ങനെ കുഴഞ്ഞ് കിടക്കും. അതിനകത്തേക്ക് 2ആയിട്ട് വേണമെങ്കിലും മുറിച്ച് വേണമെങ്കിലും ഇടാം. ഈ രീതിയിലാവാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വയ്ക്കാം. ഹാർഡായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണെങ്കിൽ ഇങ്ങനെ സൈഡ്സ് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ അമരയ്ക്കാം, കൊത്തമരയ്ക്കാം. ഇത് നമ്മുടെ പോലീസ് ഗാർഡനിലുണ്ട് കേട്ടോ ഈ ഒരു ചെടി. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു വള്ളിപ്പടർപ്പ് പോലെ ഇങ്ങനെ പടരുന്നൊരു കാര്യമാണ്. ഒരുപാടല്ല, പടർന്നിങ്ങനെ 2 മൂടുണ്ടായിരുന്നു. അതിപ്പോഴത്തെ അവസ്ഥ അത്രയും കായ്ക്കുന്ന സമയമല്ല. തൊണ്ടൻ മുളക് ഇങ്ങനെ 2ആയിട്ട് ഇത് വാഷ് ചെയ്തതാണ്, ഇനി വാഷ് ചെയ്യണ്ട, സെപ്പറേറ്റ് വയ്ക്കാം. ഇനി ഒരു ചെറിയ ക്യാരറ്റ്, സ്മോൾ വൺ. ഫ്രഷ് ആയതുകൊണ്ട് ഇങ്ങനെ പീൽ ചെയ്താൽ മതി. പീലർ ഇല്ലെങ്കിലും നടക്കും. ഇതും നീളത്തിനുള്ള പീസസായിട്ട് അവിയലിൻ്റെ എല്ലാ പീസസും അരിയുന്ന പോലെ തന്നെ അരിയാം. ഞാൻ വീണ്ടും പറയുന്നു, തനി നാടനിൽ ക്യാരറ്റ് ആരും ഇടില്ല. പഴയ കാലത്ത് ക്യാരറ്റൊന്നും ഇല്ലല്ലോ, ഇതെല്ലാം വരവ് വെജിറ്റബിൾസ് ആണല്ലോ, ഇംഗ്ലീഷ് വെജിറ്റബിൾസ്. ഇപ്പം നമ്മൾ പരിഷ്കാരി ചെറിയൊരു മിക്സി. ഓക്കെ, ഇനി പ്രധാന കാര്യം, ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേന അരിയണം. അതെനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ചേന അരിയുമ്പോൾ കൈ ചൊറിയും. അപ്പം നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയ സ്കിന്നിൻ്റെ ഭാഗം ഇങ്ങനെ അതിൻ്റെ തൊലി കളയില്ല, ആ തൊലി ഇച്ചിരി ചതയും കൂടി ചേർത്തിട്ട് അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൻ്റെ ഒരു സൈഡിൽ വെച്ചാൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈ ചൊറിയില്ല എന്നാണ്. എന്നാലും എനിക്ക് ഏതെങ്കിലും ഒരു ടെക്നിക്കിലൂടെ അതും കൂടെ അരിഞ്ഞെടുക്കാം. മുരിങ്ങയ്ക്ക സാമ്പാറിലിടുമ്പോൾ നമ്മൾ 2ആയിട്ട് മുറിക്കില്ല, പക്ഷേ അവിയലിടുമ്പോൾ നിർബന്ധമായിട്ട് 2ആയിട്ട് മുറിച്ച് തന്നെയാണ് ഇടുന്നത്. അത് കഴുകിയതാ പാപം. ഓക്കെ, കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നു. നോക്കൂ, തറയിൽ വന്നിരിക്കുന്നു പാവം. പിന്നെ അങ്ങോട്ട് നോക്കേ, ക്യാരറ്റ് കഴിച്ചിരിക്കുന്ന കുഞ്ഞെവിടെ? അയ്യോ കൊടുമോളെ, ഞാനിരിക്കുന്ന കണ്ടിട്ട് അതേപോലെ കൊടുക്കുട്ടി. അമ്മാമ്മ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് അമ്മാമ്മ ഡൂയിങ്? ഞാൻ എങ്ങനെ കഴിക്കാം? ഞം 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 ഞം. അങ്ങനെയാണോ? അയ്യടെ മോളെ. അതേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചേനയും എടുക്കാം. നല്ല വേകുന്ന ചേനയാണെങ്കിൽ നല്ലത്. ഓക്കെ, പച്ച മാങ്ങയും കൂടെ അരിഞ്ഞ് വയ്ക്കാം. ഓ മോനെ, ഇത് പൊടുവിനൊരു പീസിന് കൊടുക്കും. ഓ യെസ്. എങ്ങനെയുണ്ട്? പുളിയുണ്ടോ മക്കൂസ്?
ഒരുപാട് പുളി വേണ്ട, ചെറുതായിട്ട് മതി. പണ്ടത്തെ കാലത്തൊക്കെ മാങ്ങയൊക്കെ തന്നെ ഇടുന്നത്, അതായത് ഇങ്ങനെ ഈ മാങ്ങേൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന ഭാഗമില്ലേ, ഇതൊക്കെയാണ് ഇങ്ങനെ മുറിച്ചിടാറ്. അതാകുമ്പോൾ ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി, നല്ല പുളി കിട്ടും. എന്താ മോനെ കൂടുതലും മാങ്ങ കഴിച്ചിട്ട് ഇഷ്ടമായില്ലേ? പുളിക്കുന്നോ? മാങ്ങയുടെ പീസ് അധികം പുളിയാണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കണം, കുറച്ച് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ആവശ്യം പോലെ ചെറിയൊരു പുളി എത്ര ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ മാങ്ങേൻ്റെ കൂടെ ചേർന്ന പീസ് ആവശ്യാനുസരണം അത്രയും മതിയാകും. അയ്യോ ഇത് പച്ച പുടു, മോക്ക് വേറെ ബനാന തരാം. പുടൂറ് പച്ച ബനാന, ബനാന മോളെ പറഞ്ഞേ, അങ്ങോട്ട് നോക്കി പറഞ്ഞേ. എന്താ ബനാന? എന്താ ഇത്? ചൽ അവിടെ പറയൂ, അവിടെ പറയൂ. അയ്യോ ഇത് ബനാന, ഗ്രീൻ ബനാന. അയ്യോ പച്ച പച്ച പച്ച. യോ ഞം 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 ബനാന തരാം. അമ്മ വേറെ ബനാന തരാം കേട്ടോ, പഴുത്ത ബനാന തരാം. 2 ഏത്തക്ക, സ്കിൻ കളഞ്ഞാലും മതി. ഓക്കെ നോക്കുമോനെ, അതിൽ കറയുണ്ട് കേട്ടോ. ബനാന ബനാന അമ്മാമ്മ എന്താ ചെയ്യണേ? ബനാന ഇതും വെള്ളത്തിലിടണം, അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലിടണം. ഐതറോർ കറയുണ്ട്, കറ പോകാനായിട്ട്. അമ്മാമ്മ എങ്ങനെ നോക്കുന്നേ? അമ്മാമ്മ എങ്ങനെ നോക്കുന്നേ? എങ്ങനെ നോക്കും? എങ്ങനെ നോക്കാം? അങ്ങോട്ട് നോക്കേ. അങ്ങോട്ട് നോക്കുമോ? വാട്ടർ യെസ് വാട്ടർ. ഏത്തക്ക അറിയുമ്പോൾ കയ്യിൽ എണ്ണ തേച്ചിട്ടാണ് ചെയ്യേണ്ടത് ആക്ച്വലി, അല്ലെങ്കിൽ കയ്യിൽ കറ പറ്റും. ചോദിച്ചോ, അമ്മ ചോദിക്കുന്നു മോനെ എന്താ ഉണ്ടാക്കുന്നേ? മോനെ അമ്മ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. കാണിക്കുന്ന എല്ലാത്തിലും കൈയിട്ട് വാട്ടർ ഇഷ്ടപ്പെട്ടു. വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചോടാം. ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഉരുളിയിലേക്ക് ആദ്യം കുറച്ച് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് പച്ചക്കറികൾ വേവിക്കുന്നത്. അപ്പോൾ വേവിക്കുന്നതിന് ഒരു ക്രമമുണ്ട്. എല്ലാം ഒന്നിച്ചെന്നെ ഇടാം, പക്ഷേ ഏറ്റവും താഴെ നമ്മൾ ചേന ഇടുന്നു. ചേനയാണ് ഏറ്റവും വേഗമുള്ള കാര്യം. അപ്പോൾ ചേന ഏറ്റവും താഴെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഏത്തക്ക, പിന്നെ വെള്ളരിക്ക, പടവലങ്ങ, ആ ഓർഡറിൽ ഇങ്ങനെ അടുക്കി അങ്ങ് ഇടുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ സാധാരണയായിട്ട് ചേന ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയിട്ടാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതല്ലാതെ ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അടുപ്പ് കത്തിച്ച് തുടങ്ങാം. ഉള്ളി വയ്ക്കുന്നു. നമുക്ക് 1 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ അടുപ്പിച്ച മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി മതിയാകും. പച്ചമുളകിൻ്റെ എരിവാണിതിൽ കറക്റ്റായിട്ട് വരേണ്ടത്. ജസ്റ്റ് 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഒന്ന് തിളക്കട്ടെ. തിള വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് ആദ്യം ചേനയുടെ പീസസ് ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ നല്ലതായിട്ട് തിളയ്ക്കുന്നു. ഇനി ഈ സ്റ്റേജിൽ ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. ഓക്കെ, ഇപ്പോൾ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ്. ഇനി ബാക്കി വെജിറ്റബിൾസ് ഇട്ട് തുടങ്ങണം. എൻ്റെ മുകളിലായിട്ടാണ് നെക്സ്റ്റ് ഇടുന്നത് ഏത്തക്ക അരിഞ്ഞതും, ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളരിക്ക, പടവലങ്ങ, നമ്മുടെ കൊത്തമരക്ക, ക്യാരറ്റിൻ്റെ പീസസും, മുരിങ്ങയ്ക്ക പീസസ്, വഴുതനങ്ങയുടെ പീസസ്. ഇതെല്ലാം വെന്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് മിക്സായി വരും. ഇനി തൊണ്ടൻ മുളക്, പച്ചമാങ്ങയുടെ കുറച്ച് പീസസ്, ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇപ്പോഴേ കുറച്ച് ഇടാം, പിന്നെ ഇടാം. അപ്പോൾ എല്ലാം ഏകദേശമായിട്ടുണ്ട്. നമ്മളിങ്ങനെ ആദ്യം ഒന്ന് അമക്കി വെക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും
അടപ്പ് വെച്ചിട്ട് വീണ്ടും അമർത്താം. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേജ്. അപ്പോൾ താഴേന്ന് ഇങ്ങനെ ആവി കയറി താഴെ കുറച്ച് വെള്ളം ബാക്കി കാര്യങ്ങളൊക്കെ അത് മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. ഈ വെള്ളരിക്കയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഒന്ന് ആവി കയറി ഒന്ന് സെറ്റായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇടണം. ഇനി 2 സ്റ്റെപ്പായിട്ടാണ് മസാല ചേർക്കുന്നത്. അതായത് സാധാരണ വെളുത്തുള്ളി ചിലരൊന്നും എന്താ പറയുക അവിയലിൽ ചേർക്കാറില്ല. ചിലർ കൊച്ചുള്ളി ചേർക്കും, ചിലർ ഇതൊന്നും ചേർക്കില്ല. അപ്പോൾ നമ്മൾ കല്യാണത്തിന് ചെയ്യുന്ന സ്റ്റൈലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല കുറച്ചൊരു ബ്രാഹ്മിൻ ഇൻഫ്ലുവൻസാണ്. അതിൽ വേറെ ഒന്നുമില്ല, പച്ചമുളകും ജീരകവും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു നാട്ടിൻപുറങ്ങളിലേക്ക് പോയാൽ കുറച്ച് നാടൻ ശൈലിയിൽ പോകുമ്പോൾ ചെറുത് കൊച്ചുള്ളി ചേർക്കുന്ന ഒരു രീതിയുണ്ട്. ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ 2ഉം ചേർത്താണ് ഞാൻ ചെയ്യുന്നത്. അതായത് വെളുത്തുള്ളി ഉണ്ടാവും, കൊച്ചുള്ളി ഉണ്ടാവും. ആദ്യം നമുക്ക് ഒരു 6 or 7 കൊച്ചുള്ളിയും പിന്നെ ഒരു 6 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എരിവനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഒന്ന് ചതച്ചെടുക്കാം. 6 to 7 ആകാം. ഒന്ന് ചതയ്ക്കാം. പച്ചമുളകും അത്യാവശ്യം എരിവുണ്ട്. നല്ല എരിവ് മൂക്കിൽ ചുമ വരുന്നല്ലോ. അങ്ങനെ പച്ചമുളകും കൊച്ചുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ പച്ചക്കറികളുടെ കൂടെ ഇട്ടൊന്ന് വിരകിയെടുക്കണം. അതൊരു ഹാഫ് കുക്ക്ഡ് ആകുമ്പോൾ നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ ആവിയിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അരപ്പാകാകട്ടെ, എന്നിട്ടത് ചേർക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഒരു കാര്യം കൂടി ചെയ്ത് വയ്ക്കാം. കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അവിയലിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ തോരൻ്റെ പാകത്തിനെക്കാട്ടി ഇച്ചിരൂടെ ഒന്ന് അറിയണം. അതാണൊരു പാകം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല പച്ചത്തേങ്ങയാണ് കൂടുതൽ. ഇതൊരു തേങ്ങയാണ് കേട്ടോ. ഇത്രയും പച്ചക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കണക്കാക്കി തേങ്ങ അപ്പോൾ കപ്പളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4 കപ്പോളം തേങ്ങ ചെറിയത്. തേങ്ങ ധാരാളം ഇടണം അവിയലിന്, അതാണ് സ്വാദ്. 1 ടീസ്പൂൺ നല്ല ജീരകം. ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളി ചില ദേശങ്ങളിൽ ഇത് ഒരു പേരിന് വേണ്ടി ചേർക്കുകയുള്ളൂ, ഒരുപാടില്ല. ഇതിപ്പോൾ 2ആയിട്ട് മുറിച്ച് ഒരു ചെറിയ അല്ലി, ഒരു 3-4ആയിട്ട് മുറിച്ച് 2, അപ്പോൾ ഒരു 3 അല്ലി എന്ന് തന്നെ പറയാം. 3 അല്ലി വെളുത്തുള്ളി അതും കൂടി ചേർക്കാം. ഒരുപാടില്ല, ജസ്റ്റ് ഒരു 3 അല്ലി 2-3 പീസസ് ആയിട്ട് മുറിച്ചതാണ്. ഇതൊന്ന് ചതച്ചിട്ട് വരാം. ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് പറയില്ലേ, ആ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ജീരകത്തിന് പകരം ജീരകം പൊടിച്ചത് ചേർത്താലും മതിയാകും തേങ്ങയുടെ കൂടെ. ഇതിങ്ങനെ എടുത്ത് വയ്ക്കാം. അവിയലിൻ്റെ പാകത്തിന് അരച്ചിട്ടുണ്ട്. ഓക്കെ, ബൗള് കഴുകി ഇച്ചിരി വെള്ളം ഒതുക്കി എടുത്തു. അപ്പോൾ ജീരകമുണ്ട്, വെളുത്തുള്ളിയുമുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇങ്ങനെ അതിക്രമിച്ച് നിൽക്കില്ല, ജസ്റ്റ് സട്ടിലായിട്ടേ ഉണ്ടാവുള്ളൂ. അത് അറിയ പോലും ഇല്ല. അതിനനുസരിച്ചിട്ട് 3-4 ചെറിയ അല്ലി അത്രേ ഉള്ളൂ. അടപ്പ് തുറക്കുന്നു. എന്തായി? ഏകദേശം ഒരു അരപ്പാകമായിട്ടുണ്ട്. അടിയിലോട്ടുള്ള ഞാൻ കൂടുതൽ മുകളിലേക്ക് കൊണ്ടുവരുന്നില്ല, അതിന് കൂടുതൽ വേഗം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് താഴെ തന്നെ നിൽക്കട്ടെ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അതേപോലെ തന്നെ വെച്ചേക്കാം. ഇതിലേക്ക് ആദ്യം നമ്മൾ ചതച്ചെടുത്ത പച്ചമുളകും കൊച്ചുള്ളി, അപ്പോൾ എരിവൊക്കെ ഇറങ്ങണമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു അരപ്പാകമാകുമ്പോൾ ഇങ്ങനെ ചേർക്കാം. വീണ്ടും അടച്ചിട്ടിട്ട് തീ കുറച്ചിടാം. വെള്ളമുണ്ട്, നോക്കിക്കോളൂ. അതോട്ട് നമ്മൾ ഒഴിച്ച വെള്ളം കുറച്ചുണ്ട്. ഇതൊക്കെ മതി. ഇപ്പം തന്നെ ഏകദേശം മുരിങ്ങയ്ക്കൊക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചതച്ച പച്ചമുളകും കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 minutes കൂടുതലായി. വീണ്ടും അടപ്പ് തുറക്കുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് തേങ്ങയുടെ അരപ്പും കൂടി അമർത്തി വയ്ക്കും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടിട്ട് തട്ടിപ്പൊത്തി വയ്ക്കണം. ഓക്കെ, ഈ ഭാഗത്തുനിന്നും എടുത്ത് മുകളിലേക്ക് ഇടാം. ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. ഓൾമോസ്റ്റ് 3/4 കുക്ക്ഡാണ് എല്ലാ വെജിറ്റബിൾസും. 3/4 കൂടുതൽ കുക്ക്ഡാണ്. കുറച്ചുണ്ട്. ഇനി ഇതൊന്ന് അടച്ചിടാം. ഇത് ചെറിയ തീയിൽ കിടക്കട്ടെ. പൂർണ്ണമായി കുക്കായി ഈ അരപ്പിൻ്റെയൊക്കെ പച്ചച്ചുവ മാറണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ഏകദേശം 10 മിനിറ്റായി. ചെറിയ തീയിലായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തീ കൂട്ടി അടപ്പ് തുറക്കട്ടെ. അപ്പോൾ ആ പച്ചച്ചുവയൊക്കെ മാറി എല്ലാം സെറ്റായിട്ടുണ്ടാവും. ഇച്ചിരി വെള്ളം കാണുന്നത് ആ എല്ലാത്തിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് വെജിറ്റബിൾസിൻ്റെ. യെസ്, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയെല്ലാം എല്ലാ ഭാഗത്തേക്കും
ചേനയും വെന്തു, ഏത്തക്കായും വെന്തു, എല്ലാ പീസസും പാകത്തിന് ഉണ്ട്. തീ നന്നായിട്ടൊന്ന് കുറയ്ക്കട്ടെ. കണ്ടല്ലോ അവിയലിൻ്റെ പാകം. അവിയലായിട്ടിങ്ങനെ കുഴഞ്ഞ് ചെറിയ സെമിയായിട്ടൊന്ന് കുഴഞ്ഞിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും അരപ്പ് നന്നായിട്ട് മിക്സ് ആകണം. എല്ലാ കഷ്ണങ്ങളും പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഓവറായിട്ട് കുഴഞ്ഞ് മറിഞ്ഞ് പോയിട്ടുമില്ല. ഇനി ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയിട്ട് വീണ്ടും ഒന്ന് അടച്ചിടാം 2 മിനിറ്റ്. പുതിയ കുറച്ച് നല്ല കറിവേപ്പില ഫ്രഷ്. ഇനി നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഏറ്റവും നല്ലത്. പച്ച വെളിച്ചെണ്ണ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിക്കാം. ഇനി തീ ഒന്ന് ചെറുതായിട്ട് ഓഫ് ചെയ്തിട്ട്, ഇപ്പോൾ ചെറിയ തീയാണേ, വീണ്ടും അടച്ചിടാം. പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു പാത്രം അടച്ചിടുന്നു. എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് മിണ്ടാതിരിക്കുക. 5, 6, 7 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നിട്ട് അപ്പോൾ എന്തായിരിക്കും മണം എന്നറിയോ? പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടി ഒരു സമ്മിശ്ര മണമായിട്ട് വരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ അടിപൊളി നല്ല നാടൻ അവിയൽ ട്രിവാൻഡ്രം സ്റ്റൈൽ റെഡിയാകും. പിന്നെ ഉപ്പൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. പുളിയും അത്യാവശ്യം മാങ്ങയുടെ ഒരു ചെറിയൊരു പുളി, അത്ര മതി, ഒരുപാട് പുളി വേണ്ട. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെങ്കിൽ കൂടുതൽ മാങ്ങ ഇടാം, അത്രേ ഉള്ളൂ. പക്ഷേ പേരിന് വേണ്ടി ഉണ്ടാവുള്ളൂ. ഒരു പുളി എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ഉണ്ട്, അത്രേ ഉള്ളൂ, അങ്ങനെ മതി. ഇനി പാത്രം തുറക്കട്ടെ. ആഹാ, എന്താ മണം! അയ്യോ, ഒരു രക്ഷയില്ല. കണ്ടോ, തേങ്ങയെല്ലാം പാകമാണ്. അത്രയും തേങ്ങയെങ്കിലും വേണം, അല്ലെങ്കിൽ വെജിറ്റബിൾ കൂടി പോവും, അരപ്പുണ്ടാവില്ല. ഇത് നോക്കിയേ, എല്ലാം കറക്റ്റ് പാകത്തിന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അരപ്പിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നൊരു പാകം, വെജിറ്റബിൾസിനെ കവർ ചെയ്യുന്ന രീതിയിൽ അരപ്പും വേണം. അങ്ങനെ മോസ്റ്റ് ഹെൽത്തി ഫുഡാണ് അവിയൽ എന്ന് പറയുന്നത്. അറിയാമല്ലോ, ഞാൻ പറയാണ്ട് തന്നെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. നമ്മൾ വിളമ്പുന്ന സമയം വരെ ഈ ഒരു ഉരുളിയിൽ തന്നെ ഇതിങ്ങനെ ഇരിക്കണം. ഫിനിഷ്ഡ്. ഓക്കെ, നമ്മുടെ അവിയൽ സൂപ്പർബായിട്ട് വന്നതുണ്ടോ? ഇങ്ങനെ ആയിരിക്കണം ഒരു അവിയൽ ഇരിക്കാൻ. കണ്ടോ, അടിപൊളി. കാണുമ്പോൾ തന്നെ അറിയില്ല എൻ്റെ ടേസ്റ്റ് ഉണ്ട്. സോ യമ്മി. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പുണ്ട്, പുളിയുണ്ട്, എരിവ് അത്യാവശ്യമുണ്ട്. അപ്പോൾ 6 to ഞാൻ 6 പച്ചമുളക്, നല്ല എരിവായിരുന്നു, അത് കാരണം 6 പച്ചമുളക്. എരിവ് കുറവാണെങ്കിൽ 10 വരെ ആകാം. സോ 6 മുതൽ 10 വരെ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് ചേർക്കുക പച്ചമുളകിൻ്റെ എരിവ്. ഇനി ഇത് തട്ടിപ്പൊത്തി വയ്ക്കുക. ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ, ഉരുളിയിൽ തന്നെ. നമ്മൾ വിളമ്പുന്ന സമയം വരെ ഉരുളിയിലിരിക്കുന്നതാണ് നല്ലത്. തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഉരുളിയിലാകുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. ചുമ്മാ അവിയൽ കഴിക്കുന്ന ആൾക്കാരോട് അറിയോ, അവിയൽ മാത്രം എന്തോ ഇഷ്ടം അറിയാം അവിയലിനായി. എനിക്ക് അവിയൽ ഇഷ്ടമുള്ള ഒരു കറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നമ്മുടെ സദ്യവട്ടത്തിലെ പ്രധാന കാര്യമാണ് അവിയൽ. അപ്പോൾ ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ ഓണസദ്യയുടെ ഭാഗമാകാൻ ഈ അവിയലിൻ്റെ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോട് ആവശ്യപ്പെടുവാണ്. ഓക്കെ, റിക്വസ്റ്റിംഗ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ബിഫോർ ഓണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓണസമയത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. എളുപ്പമാണ്, നമ്മൾ ആ ഒരു ഓർഡറിൽ അങ്ങ് ചെയ്തു പോയാൽ മതി. പെട്ടെന്ന് വേഗം, ചേനയും വേഗം, എല്ലാം കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. അരപ്പും ഇതേ പ്രൊപ്പോഷൻ, ഞാൻ പറയുന്ന അളവൊന്നും തെറ്റിക്കാണ്ട് ചെയ്താൽ മതി. പിന്നെ പച്ചമുളകിൻ്റെ എരിവ് മാത്രം ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങോട്ടും. പക്ഷേ ജീരകം എല്ലാം കറക്റ്റാണ്. ജീരകം, വെളുത്തുള്ളിയുടെ ഒന്നും ടേസ്റ്റ് അറിയുന്നില്ല കേട്ടോ. കൊച്ചുള്ളിയുടെ ടേസ്റ്റൊക്കെ നല്ലതായിട്ട് എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ മാങ്ങയെല്ലാം കുറച്ചിട്ടാൽ മതി, അടിപൊളിയായിട്ട് വരും. വെളിച്ചെണ്ണ, കറിവേപ്പില മസ്റ്റ് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് വരിക. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓണസദ്യ സീരീസ് തീരുന്നില്ല, ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് പായസം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് പായസമായിരിക്കും ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ എന്തായാലും പുടുമോളിപ്പോൾ പോയി കേട്ടോ, ഇടയ്ക്ക് വന്ന് എൻ്റെ കൂടെ ഇരുന്നിട്ടൊക്കെ കുറച്ച് നേരം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോയി. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.